അതിപ്രശസ്തമായ തമിഴ്നാട്ടിലെ ഓറോവില്ലിലേക്കുള്ള യാത്രയിലാണ്. ഓറോവിൽ എന്ന് പറഞ്ഞാൽ ഇവർ പറയുന്ന ആരുടെയും ഉടമസ്ഥയിലുള്ളതല്ല, അത് മനുഷ്യത്വത്തിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട ഒരു യൂണിവേഴ്സൽ സ്ഥലമാണെന്നാണ്. അപ്പം ഓറോവില്ലെ കാഴ്ച കാണുമ്പോൾ പുതുച്ചേരിക്കും തമിഴ്നാടിനുമിടയിൽ 1968 ഓറോവിൽ എന്ന സാർവത്രിക പരീക്ഷണ പട്ടണം രൂപം കൊള്ളുന്നത്. ശ്രീ അരബിന്ദോയുടെ പ്രധാന ശിഷ്യന്മാരിൽ ഒരാളും അമ്മ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട മിറ അൽഫസിയാണ് ഈ വേറിട്ട ടൗൺഷിപ്പിന് തുടക്കം കുറിച്ചത്. കാടിൻ്റെ പ്രതീതി സൃഷ്ടിക്കുന്ന ഒരു നടപ്പാതയാണ് ഓറോവിലേക്കുള്ള യാത്രയിലെ ഏറ്റവും രസകരമായ കാര്യം. രസകരത്തിനപ്പുറം മാനസിക സന്തോഷം ഉണ്ടാക്കുന്നൊരു കാര്യം. തമിഴ്നാട്ടിലെ വില്ലുപുരം എന്ന ജില്ലയിലാണ് ഓറോവിൽ എന്ന 20 ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവിലുള്ള മട്രി മന്ദിർ അടക്കമുള്ള ഈ വേറിട്ട പട്ടണം നിലനിൽക്കുന്നത്. ഇതിൻ്റെ ചില ഭാഗങ്ങൾ പുതുച്ചേരിയിലുമുണ്ട്. പുതുച്ചേരിയിൽ നിന്നും ഏതാണ്ട് 7 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഓറോവിലെത്താം. ഓറോവിലിൻ്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് ഈ ആൽമരമാണ്. ഈ ആൽമര ചുവട്ടിൽ നിന്നാണ് ഓറോവിൽ എന്ന് പറഞ്ഞ ബൃഹത്തായിട്ടുള്ള സാർവത്രികമായിട്ടുള്ള, അല്ലെങ്കിൽ ലോകത്തിൻ്റെ മനുഷ്യത്വവും, മനുഷ്യൻ ആണ് ഏറ്റവും വലുത്, മതത്തെക്കാൾ വലുത് മനുഷ്യനാണെന്ന് ഇവർ പഠിപ്പിക്കുകയാണ്. അത് സമാധാനമാണ്. ഒരു മതം പുതുതായിട്ടുണ്ടാകുന്നതിനേക്കാളും ഏറ്റവും വലുത് ഒരു പുതിയ ജീവിതം ഉണ്ടാകുന്നതാണ് നല്ലതെന്നാണ് ഓറോവിൽ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഒരു യൂണിവേഴ്സലായിട്ടുള്ള ആളുകൾക്കെല്ലാം ഇവിടെ വരാൻ കഴിയുന്നു എന്നാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് ഓറോവിലിൻ്റെ തുടക്കം, ഈ ആൽമര ചുവട്ടിൽ നിന്നും. സമാധാനത്തിലും ഐക്യത്തിലും ജീവിക്കുന്ന ജാതി, വർണ്ണ, രാഷ്ട്രീയ, ദേശീയ വ്യത്യാസമില്ലാത്ത ഒരു ജനത, അതാണ് ഓറോവിൽ മുന്നോട്ട് വയ്ക്കുന്ന പ്രത്യയശാസ്ത്രം. ഏതാണ്ട് 3000-ഓളം ഓറോവിലിയൻസ് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇവർക്ക് ജാതിയോ മതമോ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ഒന്നും തന്നെയില്ല. വാഹനം പാർക്ക് ചെയ്ത ശേഷം ഏതാണ്ട് 2 കിലോമീറ്റർ ദൂരം നടന്നാണ് ഓറോവിൽ പട്ടണം കാണാൻ പോകുന്നത്. തിരിച്ചു പോകുമ്പോൾ നമുക്ക് വാഹനം കിട്ടും. ഏറ്റവും ഒടുവിലെ കാഴ്ചയാണ് മട്രി മന്ദിർ. പൂർണ്ണതയിലേക്കുള്ള മനുഷ്യൻ്റെ ആഗ്രഹ സഫലീകരണത്തിൻ്റെ പ്രതീകം കൂടിയാണ് മട്രി മന്ദിർ.